പ്രസിഡന്റ്, ഈ 98 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ അളവ്, അതിനുശേഷം 2019 സ്വർണം പൂശിയതിനു ശേഷം ഉള്ള അളവ് അതിലും എത്രയോ താഴെയാണ്. അതിലും കുറഞ്ഞിരിക്കുകയാണ് ഇത്തവണ പൂശി വന്നപ്പോൾ. അപ്പം അത് അവിടെ ഒരു നോട്ടം പക്ഷേ ഇല്ലേ ബോർഡ് മനസ്സിലാവുന്നില്ല. 2000 ഇവിടെ ആരാ കുറഞ്ഞെന്ന് പറഞ്ഞത്? ഇപ്പോൾ കൊണ്ടുവന്നു വിജിലൻസ് റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? അതിലൊക്കെ എനിക്ക് തോന്നുന്നില്ല ആ റിപ്പോർട്ടിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടെന്ന്. അതായത് ഇപ്പോൾ അവിടെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ പിന്നെ 38 കിലോ സംതിങ് ഗ്രാം, പിന്നെ സ്വർണത്തിൻ്റെ അളവ് 394 ഗ്രാം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 14 പാളികളിലായിട്ടായിരുന്നു 38 കിലോ. 14 പാളികൾ കൊണ്ടുപോകേണ്ടി വന്നില്ല, 12 പാളികളാണ് കൊണ്ടുപോയത്. 12 പാളികളിൽ ഉണ്ടായിരുന്ന ആകെ തൂക്കം എന്ന് പറയുന്നത് 22 കിലോ സംതിങ് ആണ്. അതിലുണ്ടായിരുന്ന സ്വർണത്തിൻ്റെ അംശം എന്ന് പറയുന്നത് 281 ഗ്രാമാണ്. തിരിച്ചത് അവിടെ കൊണ്ടുപോയി തൂക്കനഷ്ടമൊക്കെ കൂടി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 14 പാളികളിലുമായി ഇപ്പോൾ പിന്നെ 38 കിലോയും 407 ഗ്രാം. അതിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഡിഫറൻസ് വരുമായിരിക്കും. 407 ഗ്രാം സ്വർണ്ണം കൊണ്ട് കൂടുതലാണ് വന്നിരിക്കുന്നത്. പിന്നെ അപ്പം ഞാൻ പറയുന്നത്, ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കുറവുമില്ല. ആ ക്ലാരിറ്റി കുറവ് ഉണ്ടെങ്കിൽ, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പുതിയ അന്വേഷണ സമിതി ഏജൻസി പരിശോധിക്കട്ടെ. പിന്നെന്താ പ്രശ്നം? സ്പോൺസർ ചെയ്യാം എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. ഇപ്പോൾ അതിന് കൂലി കൊടുത്തത് അയ്യപ്പന്റെ ഈ സ്വർണ്ണം ഉപയോഗിച്ചിട്ടാണ് അവർക്ക് കൂലി കൊടുത്തതായി കാണുന്നത്. അയ്യപ്പന്റെ സ്വർണം തന്നെയാണ് ഇതിന് പോറ്റി പൂശിയിട്ട് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പൊ ഇതെല്ലാം പിടിച്ചെടുക്കണ്ടേ? ഉറപ്പായിട്ടും പിടിച്ചെടുക്കണം. എന്താ സംശയം? പിടിച്ചെടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ കൃത്യമായി ഇതിനെല്ലാം സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് സർക്കാരിനോടല്ലല്ലോ ആവശ്യപ്പെട്ടത്, ഞങ്ങൾ കോടതിയോടല്ല ആവശ്യപ്പെട്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാനാണ് കുഴപ്പക്കാരനെങ്കിൽ എന്നെ ശിക്ഷിക്കട്ടെ. ഞാൻ അതുകൊണ്ടല്ലേ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പറയുന്നത്. ദേവസ്വം മന്ത്രിയായാലും ബോർഡായാലും സമഗ്രമായ അന്വേഷണം വേണം. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടായിരുന്നെങ്കിൽ കോടതിയോട് ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെടൂ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ഭഗവാന്റെ ഒരു തരി പൊന്നുപോലും കട്ടുകൊണ്ടു പോകുവാൻ ഈ സർക്കാരോ ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയോ പിന്നെ ദേവസ്വം ബോർഡോ നിന്നിട്ടില്ല എന്ന് ആത്മവിശ്വാസത്തോടു കൂടി ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടത്. അതിന് ഇടകൊടുക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. പ്രശാന്തിൻ്റെ സംശയത്തിന് ഞാൻ 4 ഉത്തരവും ഞാൻ അങ്ങോട്ട് ഇട്ടുതരാം. അതൊന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ മറുപടി പറയും. ഏതെങ്കിലും ഒരു ഉത്തരവിൽ ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്. അതൊക്കെ അന്വേഷിക്കട്ടെ. അതൊക്കെ അന്വേഷിക്കാനാണല്ലോ പുതിയൊരു ഏജൻസി വന്നിരിക്കുന്നത്. സമാന്തര അന്വേഷണം നടത്തരുത് എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അത് ഞാൻ പറയുന്നത്, നിങ്ങൾ ക്ഷമിക്കൂ. നിങ്ങൾ ആറാഴ്ച നിങ്ങൾ ക്ഷമിക്കൂ. ഇങ്ങനെ സമാന്തര അന്വേഷണവും സമാന്തര വാർത്തകളും കൊടുക്കല്ലേ. നിങ്ങൾ ഭക്തരെ പിന്നെ പരിഭ്രാന്തിയിലാക്കരുതേ. നിങ്ങൾ 6 ആഴ്ച കൂടെ ക്ഷമിക്കൂ. കോടതിയും പറഞ്ഞിരിക്കുന്നത് അതല്ലേ. 6 ആഴ്ച കഴിയുമ്പോൾ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അതിനിപ്പോൾ എന്താ കുഴപ്പം? തെറ്റ് ചെയ്യുമോ? അങ്ങനെയൊന്നുമില്ല, അതൊന്നുമില്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാമല്ലോ. ഒരു റിപ്പോർട്ട് വരുമ്പോൾ എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാമല്ലോ. ആ വ്യാഖ്യാനമൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ആ വ്യാഖ്യാനങ്ങളൊന്നും ശരിയല്ല. അതിനെ സംബന്ധിച്ചിടത്തോളം 4 ഉത്തരവുകളാണ് ഈ ബോർഡ് ഇറക്കിയിട്ടുള്ളത്. ആ 4 ഉത്തരവിലും കൃത്യമായ നിലപാടാണ് ബോർഡ് ഒരേ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതിൽ പുതുതായി വന്ന ഉദ്യോഗസ്ഥരുണ്ടായ ഒരു കൺഫ്യൂഷൻ മാത്രമാണത്. അത് കൃത്യമായി അത് മാറി എന്ന് രണ്ടാമത്തെ പിന്നെ കത്തിൽ കമ്മീഷണർക്ക് അയച്ചു കൊടുക്കുകയും കമ്മീഷണർ ആ തീരുമാനം ഞങ്ങൾക്ക് അയക്കുകയും ഏറ്റവും ഒടുവിൽ കൃത്യമായ ഉത്തരവാണ് ഇറക്കിയിട്ടുള്ളത്. ഈ ഉത്തരവിലൊന്നും ഒരു ക്ലാരിറ്റി കുറവും ബോർഡിനും ഇല്ല, ഉദ്യോഗസ്ഥന്മാർക്കും ഇല്ല. കൊടുത്തുവിടരുതെന്നുള്ള നിർദ്ദേശം ആരുടെ? അല്ല, പോറ്റിക്ക് ഉള്ളിൽ കൊടുത്തുവിടരുതെന്നുള്ള എൻ്റെ നിർദ്ദേശം തന്നെയായിരുന്നു. എന്താ സംശയം? ഞാൻ ആത്മവിശ്വാസത്തോട് പറയുകയാണ്. അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഒരു കാരണവശാലും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് ചോദിച്ചത് പിന്നെ സാർ ഞങ്ങളത് കൊണ്ടുപോയിക്കോളാം. ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് ചോദിക്കുകയാണ്, അതെങ്ങനെ തരാൻ പറ്റും? ഇത് കേൾക്കും ഞാൻ പറഞ്ഞു, അതെങ്ങനെ കൊടുത്തുവിടാൻ പറ്റും? ഇത് ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്വത്തല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞാൽ സാർ കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങളിലാണ് തന്നുവിട്ടത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരിക്കും, പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ തരാൻ പറ്റും. നിങ്ങളങ്ങോട്ട് വന്നേക്കൂ. ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുടെ ചിലവൊന്നും വഹിക്കാൻ എനിക്ക് മാർഗ്ഗമില്ല. നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ ചിലവ് എന്തിനാണ് വഹിക്കുന്നത്? നിങ്ങൾ വഹിക്കേണ്ട കാര്യം എന്താ? അത് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുമല്ലോ എന്ന് പറയുകയും അതനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തത്. അത് ഞങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവുമില്ല. ഈ പറഞ്ഞ അതേ കാര്യം തന്നെ നമ്മുടെ ചർച്ചയിൽ താങ്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വന്ന വിജിലൻസ് റിപ്പോർട്ടിൽ ഇതിന് വിരുദ്ധമാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനത്തെ സംശയങ്ങൾ വരുന്നത്. റിപ്പോർട്ടൊന്നും വിജിലൻസ് എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. ഈ വിജിലൻസ് എന്ന് പറയുന്നത് എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്.
എന്നോട് ചോദിക്കുകയോ എന്നോട് പറയുകയോ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞാലേ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വിജിലൻസ് എന്താ പറ്റിയത്? ആ വിജിലൻസിൻ്റെ മുന്നിൽ വന്ന ആ ഉദ്യോഗസ്ഥൻ്റെ 2 കത്തിലുണ്ടായ ഒരു ആശയക്കുഴപ്പമാണ്. രണ്ടാമത്തെ കത്തിൽ ആ ഉദ്യോഗസ്ഥൻ തന്നെ അത് ക്ലാരിറ്റി ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് നേരെ ദേവസ്വം കമ്മീഷണറേക്ക് വിട്ടു, ദേവസ്വം കമ്മീഷണർ ബോർഡിലേക്ക് വിട്ടു, ബോർഡ് അന്തിമ തീരുമാനം എടുത്തു. അതിപ്പോൾ എന്താ കുഴപ്പം? അതിലൊന്നും യാതൊരുവിധ ക്ലാരിറ്റി കുറവില്ല. അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ ഉദ്യോഗസ്ഥൻ അവരോട് പിന്നെ അടുത്ത് വരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് വഴി പറയട്ടെന്നേ, എന്നെ പ്രതിയാക്കട്ടെന്നേ. അതുകൊണ്ട് പ്രശാന്തിന്റെ പ്രശ്നം തീരുമല്ലോ. അടുത്ത വലിയ ആശങ്ക ഭക്തരിലൊക്കെ തന്നെയുണ്ട്. ഈ ഒരു അന്വേഷണം എന്തായാലും അതിനിടയിൽ പൂർത്തിയാവാൻ സാധ്യത കുറവാണ്. ഈ മണ്ഡലകാലത്ത് ഇതെങ്ങനെ? അതാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ആശങ്ക ഉണ്ട്. കാരണം ഈ മണ്ഡലകാലത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഭക്തരുടെ ഒരു ആശങ്കയുണ്ട്. അതുണ്ടാകാൻ പാടില്ല. അവിടെ വരുന്ന ഭക്തർക്ക് പരമാവധി സൗകര്യങ്ങൾ അവർക്ക് സംതൃപ്തമായൊരു മണ്ഡലകാലം പ്രദാനം ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെല്ലാവരും ഒന്ന് സഹകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത് പ്രതിപക്ഷ നേതാവായാലും പ്രതിപക്ഷ പാർട്ടികളായാലും എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണം. ഞങ്ങൾ അതിൻ്റെ ഒരു അശ്രാന്തമായ പരിശ്രമത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഒരാഴ്ച ഞാൻ ശബരിമലയിലുണ്ടായിരുന്നു. ആ ശബരിമലയിലെ മരാമത്ത് വർക്കുകളുമായി ബന്ധപ്പെട്ടുമൊക്കെ ആസൂത്രണം നടത്തിയിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അന്ന് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കുറേ വർക്കുകൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ പ്രസിഡന്റ് വരുന്നു, പ്രസിഡന്റ് സന്ദർശനവുമായി ബന്ധപ്പെട്ടും നമുക്ക് കുറേ വർക്കുകൾ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ മുന്നൊരുക്കങ്ങൾക്ക് കൂടുതൽ സഹായകമായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പ്രസിഡന്റിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ പൂർത്തിയായി വരുന്നു. 22-ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവിടെ വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ കാര്യങ്ങൾ നന്നായി മുന്നോട്ട് പോവുകയാണ്. ഈ പ്രവേശനം ബന്ധപ്പെട്ട് അന്ന് വലിയ പ്രക്ഷോഭമൊക്കെ നടന്നതാണ്. സമാനമായിട്ടുള്ള പ്രക്ഷോഭം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയമുണ്ടോ? അല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം കഴിഞ്ഞ 3-4 വർഷക്കാലമായി അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ലല്ലോ. കഴിഞ്ഞ 3-4 വർഷക്കാലമായി കൃത്യമായ ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും കൃത്യമായ ആചാര രീതികൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്. അതിലൊന്നും ഒരു ആശങ്ക ഉണ്ടായിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നിങ്ങളുടെയൊക്കെ സഹായത്തിൻ്റെ ഭാഗമായി തന്നെ 54 ലക്ഷം ആളുകൾ വന്നിട്ടും ഒരാൾ പോലും പരാതി പറയുന്നൊരവസ്ഥ ഉണ്ടായില്ലല്ലോ. അതെല്ലാം ഈ ബോർഡും ഈ സർക്കാരും ഒക്കെ തന്നെ നേതൃത്വം കൊടുത്തത്. അതുപോലെ തന്നെ ഇപ്രാവശ്യവും വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. അവിടെ വരുന്നൊരു ഭക്തന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊരു 6 ആഴ്ച കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. എന്തായാലും ഇത് വരട്ടെ. ഇന്നിപ്പോൾ നിങ്ങൾ എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയല്ലേ, വരട്ടെ. ഒരു പുതിയ ടീമാണ്. ആ ടീമിൽ ആർക്കും വിശ്വാസമില്ലാതില്ലല്ലോ. ഹൈക്കോടതി നിയോഗിച്ച ടീമല്ലേ, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലല്ലേ നടക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് സീല് വെച്ച കവറിൽ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സമിതിയിലുള്ള വിശ്വാസ്യത ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സഹകരിക്കണം. കാരണം അതല്ലെങ്കിൽ അങ്ങനെ അല്ലെന്ന് പറയണം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിശ്വാസമാണ്. കേരളത്തിലെ ഭക്തജനങ്ങൾക്കും കോടതിയുടെ നിരീക്ഷണത്തിൽ നടത്തുന്ന അന്വേഷണം തൃപ്തികരമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അത്രേ ഉള്ളൂ. തിരുവാഭരണ കമ്മീഷനോട് നീ വിശദീകരണം വല്ലതും ചോദിച്ചിട്ടില്ല? അല്ല, തിരുവാഭരണ കമ്മീഷൻ വിശദീകരണം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൽ ഒരു വിശ്വാസക്കുറവില്ലല്ലോ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളിലേക്ക് നമ്മൾ ദേവസ്വം ബോർഡെന്ന നിലയിൽ കിടക്കുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവരെ വിരമിച്ചവരൊക്കെ ഉണ്ടല്ലോ. അല്ല, ഉറപ്പായിട്ടും ഈ വിരമിച്ച ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെൻഷൻ തടഞ്ഞു വയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത് പ്രായോഗികമല്ല. അപ്പോൾ ബോർഡ് കൂടി ഞങ്ങൾ സർവീസ് കൺസൾട്ടൻറ്റുമായി ബന്ധപ്പെടുന്നുണ്ട്. ആ സർവീസ് കൺസൾട്ടൻറ്റുമായി ബന്ധപ്പെട്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ ഈ FIR-ൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് കുറ്റാരോപിതരല്ലേ ഉള്ളൂ. അപ്പോൾ ശിക്ഷിക്കപ്പെട്ടാൽ ഇതിൻ്റെ ഭാഗമായി ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ കുറ്റം ചെയ്തിട്ടെന്ന് ഒന്ന് ഉറപ്പാക്കിയാൽ ഉറപ്പായും അവരുടെ പെൻഷൻ തടയുകയോ മറ്റ് ഈ നഷ്ടം ഡിപ്പാർട്ട്മെൻറ്റായ നഷ്ടം തിരിച്ചു പിടിക്കുകയോ ചെയ്യാൻ പറ്റുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകാൻ സാധിക്കും. അല്ല, അവർക്ക് 14-ാം തീയതി നമ്മൾ തീരുമാനിക്കും. 14-ാം തീയതി നോക്കാം. നമുക്ക് പൊതുപ്പട്ടികയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഉറപ്പായിട്ടും 14-ാം തീയതി ബോർഡ് കൂടി തീരുമാനിക്കും. വിജിലൻസ് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ മുരാരി ബാബു മാത്രമേ ഉള്ളൂ, അതോ വേറെ ഉള്ളവരുണ്ടല്ലോ? അവർക്കെതിരെ നടപടി ഉണ്ടാവും? അല്ല, ഇതിൽ മുരാരി മാത്രമല്ലല്ലോ, ഏതാണ്ട് 9 പേരെ ഉദ്യോഗസ്ഥരുടെ പേരും പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അത് സർവീസിലുള്ള 2 പേരേ ഉള്ളൂ. അതുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ ബാക്കി പെൻഷൻകാർക്ക് സ്വാഭാവികമായി നമ്മൾ പെൻഷനൊന്നും തടഞ്ഞു വയ്ക്കാൻ പറ്റില്ല. കാരണം പെൻഷൻ എന്ന് പറയുന്ന ഒരു ജീവനക്കാരൻ്റെ അവകാശമാണ്. അപ്പോൾ അത് ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ നമുക്ക് പെൻഷൻ പിടിക്കുകയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റായ നഷ്ടം തിരിച്ചു പിടിക്കുകയോ ഒക്കെ ചെയ്യാം. അതെല്ലാം ഇത് തെളിഞ്ഞതിന് ശേഷമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സർവീസുള്ളവർ സസ്പെൻഡ് ചെയ്തല്ലോ. ബാക്കി കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരട്ടെ.
കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കട്ടെ, അതിനുശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഹൈക്കോടതിയിൽ സമർപ്പിച്ച ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ 2024 നവംബർ 1 വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കയ്യിൽ സന്നിധാനത്ത് നിന്ന് കൊടുത്തുവിടാൻ ശ്രമമുണ്ടായിരുന്നു, ബോർഡ് അങ്ങനെ ഒരു തീരുമാനമുണ്ടായിരുന്നു എന്ന കണ്ടെത്തലുണ്ട്. അതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ് ആവർത്തിച്ച് ബോർഡ് കൃത്യമായ തീരുമാനങ്ങളാണ് എടുത്തത്, അല്ലാതെ തിരുവാഭരണം കമ്മീഷണർ അല്ല, തിരുവാഭരണം കമ്മീഷണർക്ക് ഒരു സാങ്കേതിക പിശകാണ് സംഭവിച്ചതെന്നുള്ളതാണ് PS പ്രശാന്ത് ആവർത്തിച്ച് പറയുന്നത്. ഭഗവാന്റെ ഒരു തരി പൊന്നു പോലും കണ്ടിട്ടില്ല എന്ന ആത്മവിശ്വാസമുണ്ട്. 6 ആഴ്ച കാത്തിരിക്കൂ, 6 ആഴ്ച ക്ഷമ കാണിക്കൂ എന്നുള്ളതാണ് PS പ്രശാന്ത് പറയുന്നത്.